Problems on difference of sets and complements. First question. If A is equal to set 3, 6, 9, 12, 15, 18, 21 and B equal to set 4, 8, 12, 16, 20, then find A difference B and B difference C. Set A യും set B യും തന്നിട്ടുണ്ട്. A difference B യും B difference C യും കാണും. A difference B എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ളത് ബിയിലില്ലാത്തതെന്നാണ്. അതായത് എയിൽ നിന്ന് ബി മാറ്റുക എന്ന് ചിന്തിക്കുക. എയിൽ നിന്ന് ബിയിലെ എലിമെന്റ്സ് മാറ്റുക എന്ന് ചിന്തിക്കുക. എയിലും ബിയിലും പൊതുവായിട്ട് ഇവിടെ വരുന്ന എലിമെന്റ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ സെറ്റ് എയിൽ നിന്ന് ഈ 12 മാറ്റി ബാക്കിയുള്ള എലിമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്കത് എ ഡിഫറൻസ് ബി ആണ്. അതായത് സെറ്റ് 3, 6, 9, 15, 18, 21 അതാണ് എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അതേപോലെ ബി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലുള്ളത് എയിലില്ലാത്തത്. അതായത് ബിയിൽ നിന്ന് സെറ്റ് എയിലെ എലിമെന്റ്സ് മാറ്റുക. അപ്പൊ ഇവിടെയും രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ് ഏതാണ്? 12 ആണ്. അപ്പൊ സെറ്റ് ബിയിൽ നിന്ന് 12 മാറ്റി എഴുതിയാൽ നമുക്ക് ബി ഡിഫറൻസ് എ കിട്ടും. അതായത് ബി ഡിഫറൻസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 4, 8, 16, 20. 12 എന്നുള്ള എലിമെന്റ് അങ്ങ് മാറ്റി എഴുതിയാൽ മതി. Next question. If R is a set of all real numbers and Q is a set of all rational numbers, then what is R difference Q? നമുക്കറിയാം സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽസിന്റെയും ഇറാഷണൽസിന്റെയും കളക്ഷൻ ആണ്. അപ്പോൾ സെറ്റ് ഓഫ് റിയൽസ് എന്ന് സെറ്റ് ഓഫ് റാഷണൽസ് മാറ്റിയാൽ എന്താ കിട്ടുക? സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അതായത് R difference Q is equal to set of all irrational numbers. Third question. Let U equal to set 1, 2, 3, 4, 5, 6, 7, 8, 9. A is equal to set 1, 2, 3, 4. B is equal to set 2, 4, 6, 8. And C is equal to set 3, 4, 5, 6. Find A complement, B complement, A union C the whole complement, A complement complement, B difference C the whole complement, and verify A union B complement equal to A complement intersection B complement and A intersection B complement equal to A complement union B complement. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിമോർഗൻസ് ലോസ് ആണ്. വേരിഫിക്കേഷൻ, ഡിമോർഗൻസ് ലോസിന്റെ വേരിഫിക്കേഷൻ സാധാരണ ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു ഡിഫറൻസ് എ ആണ്. അതായത് സെറ്റ് യുവിൽ നിന്ന് സെറ്റ് എ മാറ്റാം. സെറ്റ് എയിലെ എലിമെന്റ്സ് മാറ്റുക. സെറ്റ് യു നമുക്കറിയാം 1 മുതൽ 9 വരെയുള്ള എലിമെന്റ്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് സെറ്റ് എ സെറ്റ് 1, 2, 3, 4 ആണ്. അപ്പൊ അത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന എലിമെന്റ്സ് ഏതൊക്കെയാ? സെറ്റ് 5, 6, 7, 8, 9 അതാണ് എ കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുക. അതേപോലെ ബി കോംപ്ലിമെന്റ് എന്തായിരിക്കും? യു ഡിഫറൻസ് ബി. അതായത് യുവിൽ നിന്ന് സെറ്റ് ബിയിലെ എലിമെന്റ്സ് മാറ്റുക. സെറ്റ് ബി 2, 4, 6, 8 ആണ്. അപ്പൊ 2, 4, 6, 8 അങ്ങ് മാറ്റുക. അപ്പൊ ഏതൊക്കെ എലിമെന്റ്സ് ആ വരിക? 1, 3, 5, 7, 9 അതാണ് ബി കോംപ്ലിമെന്റ്. അടുത്തത് എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്തറിയണം? എ യൂണിയൻ സി എന്താണെന്ന് അറിയണം. എ യൂണിയൻ സി ഇസ് ഈക്വൽ ടു സെറ്റ് എ സെറ്റ് 1, 2, 3, 4 യൂണിയൻ സി എന്ന് പറയുന്നത് സെറ്റ് 3, 4, 5, 6 ആണ്. രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സെറ്റിലെ എലിമെന്റ്സ് ഒരുമിച്ചാക്കി എഴുതുക. അതായത് സെറ്റ് 1, 2, 3, 4, 5, 6. ഇനി എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു ഡിഫറൻസ് എ യൂണിയൻ സി. അതായത് യുവിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച എ യൂണിയൻ സിയിലെ എലിമെന്റ്സ് മാറ്റുക. അതായത് സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9 മൈനസ് സെറ്റ് 1, 2, 3, 4, 5, 6. അപ്പൊ ഏതൊക്കെ എലിമെന്റ്സ് ആ വരിക? 1, 2, 3, 4, 5, 6 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 7, 8, 9 ആണ്. അപ്പോൾ എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് 7, 8, 9 ആണ്. അടുത്തത് എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യുവിൽ നിന്ന് എ കോംപ്ലിമെന്റ് മാറ്റുന്നതാണ്. എ കോംപ്ലിമെന്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ആദ്യം കണ്ടുപിടിച്ചത് അതാണ്. അപ്പൊ 5, 6, 7, 8, 9 ആണ്. അപ്പോൾ യുവിൽ നിന്ന് 5, 6, 7, 8, 9 എന്നുള്ള എലിമെന്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഏതാ കിട്ടുക? സെറ്റ് 1, 2, 3, 4. പക്ഷേ സെറ്റ് 1, 2, 3, 4 എന്താണ്? എ തന്നെയാണ്. അപ്പൊ എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. നമ്മൾ ഈ റിസൾട്ട് നേരത്തെ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു വേരിഫിക്കേഷൻ ആണ് ഈ പ്രോബ്ലം. അടുത്തത് ബി ഡിഫറൻസ് സി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം എന്തറിയണം? ബി ഡിഫറൻസ് സി കണ്ടുപിടിക്കുക. ബി ഡിഫറൻസ് സി അതായത് സെറ്റ് ബിയിൽ നിന്ന് സെറ്റ് സിയിലെ എലിമെന്റ്സ് മാറ്റുക എന്നർത്ഥം. അപ്പൊ ഏതൊക്കെ എലിമെന്റ്സ് ആ വരിക? സെറ്റ് ബിയിലും സെറ്റ് സിയിലും കോമൺ ആയിട്ട് വരുന്നത് 4ഉം 6ഉം ആണ്. അപ്പൊ ഈ 4ഉം 6ഉം മാറ്റിയാൽ ബി ഡിഫറൻസ് സി അതായിരിക്കും. അതായത് ബി ഡിഫറൻസ് സി ഈസ് ഈക്വൽ ടു സെറ്റ് 2, 8.
ഇനി ബി ഡിഫറൻസ് സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, യുയിൽ നിന്ന് ഈ കണ്ടുപിടിച്ച ബി ഡിഫറൻസ് സി മാറ്റുക. അതായത് സെറ്റ് 1 2 3 4 5 6 7 8 9 നിന്ന് സെറ്റ് 2 8, അതായത് 2 8 എലിമെന്റ്സ്, ആ 2 എലിമെന്റ്സ് അതിനകത്തുനിന്ന് മാറ്റണം. അപ്പൊ ഏതൊക്കെ എലിമെന്റ്സ് വരും, 2 8 മാറ്റി കഴിഞ്ഞാൽ 1 3 4 5 6 7 9. അതാണ് ബി ഡിഫറൻസ് സി കോംപ്ലിമെന്റ്. അടുത്തത് വേരിഫിക്കേഷൻ ആണ്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് കാണിക്കാം. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡ് ആദ്യം നോക്കാം. അപ്പൊ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ് വേണ്ടുന്നത്. അപ്പൊ അതിന് ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താ, എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4, യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് 2 4 6 8. യൂണിയൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 2 സെറ്റിലെ എലിമെന്റ്സ് ഒരുമിച്ചാക്കി എഴുതുക. അതായത് സെറ്റ് 1 2 3 4 6 8. ഇനി അതിന്റെ കോംപ്ലിമെന്റ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുയിൽ നിന്ന് ഈ കിട്ടിയ എ ഡിഫറൻസ് എ യൂണിയൻ ബി കുറയ്ക്കുക. അതായത് യു ഡിഫറൻസ് എ യൂണിയൻ ബി, യുവിലെ എലിമെന്റ്സ് എഴുതി മൈനസ് എ യൂണിയൻ ബിയിലെ എലിമെന്റ്സ് 1 2 3 4 6 8. അപ്പോ ഈ എലിമെന്റ്സ് ഒഴിവാക്കി എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെ എലിമെന്റ്സ് ആ കിട്ടുക, 5 7 9. അപ്പൊ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് നമുക്ക് സെറ്റ് 5 7 9 എന്ന് കിട്ടി. റൈറ്റ് സൈഡ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. നമ്മൾ എ കോംപ്ലിമെന്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 5 6 7 8 9. ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് സെറ്റ് 1 3 5 7 9. രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും പൊതുവായിട്ട് വരുന്ന എലിമെന്റ്സ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ്സ് എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്, 5 7 9. സെറ്റ് 5 7 9 ആണ് ഇന്റർസെക്ഷൻ. അപ്പൊ എ യൂണിയൻ ബി കോംപ്ലിമെന്റും സെറ്റ് 5 7 9 ആണ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും സെറ്റ് 5 7 9 ആണ്. അതിൽ നമുക്ക് എന്തെഴുതാം, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അടുത്തത് വെരിഫൈ ചെയ്യാനുള്ളത് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നാണ്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് അറിയണം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് എ നമുക്കറിയാം സെറ്റ് 1 2 3 4, ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് 2 4 6 8. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണല്ലോ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ഏതാ, 2 4. അപ്പൊ സെറ്റ് 2 4 ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇനി എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്തായിരിക്കും, അപ്പോ യുയിൽ നിന്ന് ഈ കിട്ടിയ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് മാറ്റണം. അപ്പൊ സെറ്റ് 1 2 3 4 5 6 7 8 9 മൈനസ് സെറ്റ് 2 4. അപ്പൊ ഈ സെറ്റിൽ നിന്ന് 2ഉം 4ഉം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഏതാ, സെറ്റ് 1 3 5 6 7 8 9. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ വേണ്ടുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ് നേരത്തെ സെറ്റ് 5 6 7 8 9. യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 3 5 7 9. യൂണിയൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 2 സെറ്റിലെയും എലിമെന്റ്സ് ഒരുമിച്ചാക്കി എഴുതുന്നു. അപ്പൊ 1 3 5 6 7 8 9. അപ്പോ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും സെറ്റ് 1 3 5 6 7 8 9 ആണ്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റും സെറ്റ് 1 3 5 6 7 8 9 ആണ്. അതിൽ നമുക്ക് എന്ത് എഴുതാം, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഈ ഡിമോർഗൻസ് ലോസ് വെരിഫിക്കേഷൻ സാധാരണ വരുന്ന ചോദ്യമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് പഠിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ കോംപ്ലിമെന്റ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. താഴെ തന്നിരിക്കുന്ന സെറ്റുകളുടെ കോംപ്ലിമെന്റ് എഴുതുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് എക്സ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. എല്ലാ ഈവൻ നമ്പേഴ്സിന്റെ സെറ്റുമാണ്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് തന്നിരിക്കുന്നത്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് മാറ്റുന്നതാണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ എന്താ കിട്ടുക, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പറിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് നോട്ട് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ എന്നാണ്. ഈവൻ നാച്ചുറൽ നമ്പർ അല്ലാത്തത് എന്താ, ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ആണ് ആൻസർ. അടുത്തത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. ഇതിന്റെ കോംപ്ലിമെന്റ് എഴുതാൻ പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് നോട്ട് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ് എഴുതേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് എഴുതിയാൽ മതി. അടുത്തത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അടുത്തത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് n ആൻഡ് 2x + 1 is greater than 10. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോംപ്ലിമെന്റ് സിമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും, 2x + 1 greater than 10 അല്ലാത്തത്.
എന്ന് പറഞ്ഞാൽ എന്താ 2x plus 1 is less than or equal to 10 ആയിരിക്കും. മനസ്സിലായല്ലോ? കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ അല്ലാത്തതാണ് നമ്മൾ നോക്കേണ്ടത്. 2x plus 1 greater than 10 അല്ലെങ്കിൽ പിന്നെ എന്താ വരിക? 2x plus 1 less than or equal to 10 ആയിരിക്കും. നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ ഈ +1 റൈറ്റിലേക്ക് പോകുമ്പോൾ -1 ആകും. അപ്പൊ 2x is less than or equal to 10 minus 1 എന്ന് കിട്ടും. അപ്പൊ ഈ സെറ്റ് എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് എക്സ് എലമെന്റ് ഓഫ് n 2x plus 1 less than or equal to 10 എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് x is an element of n and 2x is less than or equal to 10 minus 1. പക്ഷെ 10 minus 1 എന്താ? 9 ആണ്. അപ്പൊ ഇവിടെ 2x ആണ് ലെസ് ദാൻ ഈക്വൽ ടു 9 എന്ന് കിട്ടിയത്. നമുക്ക് എക്സിന്റെ വില കിട്ടാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോ സെറ്റ് എങ്ങനെയായി? സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് x is an element of n and x is less than or equal to 9/2. 9/2 എന്ന് പറഞ്ഞാൽ 4.5 ആണ്. അപ്പൊ നാച്ചുറൽ നമ്പർ ആയിരിക്കണം 4.5നേക്കാൾ ചെറുതോ തുല്യമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ എലിമെന്റ്സ് വരും? നാച്ചുറൽ നമ്പേഴ്സിൽ 4.5 താഴെയുള്ള അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഏതാ? സെറ്റ് 1 2 3 4. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. Last question, set of all x is that x is an element of n and x greater than or equal to 7. ഇതിന്റെ കോംപ്ലിമെന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ x greater than or equal to 7 ആണ്. അപ്പോൾ കോംപ്ലിമെന്റ് ആയിരിക്കും എന്തായിരിക്കും? x greater than or equal to 7 വരാൻ പാടില്ല. അപ്പൊ എന്താ? x greater than or equal to 7 അല്ല എന്ന് പറഞ്ഞാൽ എന്താ? x less than 7. അപ്പോൾ set of all x is that x is an element of n and x is less than 7. നാച്ചുറൽ നമ്പർ ആയിരിക്കണം 7നേക്കാൾ ചെറുതായിരിക്കണം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സെറ്റ് 1 2 3 4 5 6. ഫിഫ്ത് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ വെൻ ഡയഗ്രാം. ഇപ്പൊ ഒരു വെൻ ഡയഗ്രാം തന്നിരിക്കുകയാണ്. റെക്ടാംഗിൾ ആണ് യു എന്ന് പറയുന്ന സെറ്റ്, ഓവൽസ് ആണ് സെറ്റ് എയും സെറ്റ് ബിയും സബ്സെറ്റ്സ്. ഇപ്പൊ കുറെ എലിമെന്റ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എയുടെ സർക്കിളിനുള്ളിൽ വരുന്നതാണ് സെറ്റ് എയിലെ എലിമെന്റ്സ്, അതുപോലെ ബിയുടെ സർക്കിളിനുള്ളിൽ വരുന്നതാണ് സെറ്റ് ബിയിലെ എലിമെന്റ്സ്. ഈ രണ്ട് സർക്കിളിലും വെളിയിൽ വരുന്നതാണ് എയിലും ബിയിലും അല്ലാതെ യുയിലുള്ള എലിമെന്റ്സ്. ഇക്കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് യു. യു എന്ന് പറയുന്നത് എന്താ? ഈ റെക്ടാംഗിളിനുള്ളിൽ വരുന്ന എല്ലാ എലിമെന്റ്സും യുയിലെ എലിമെന്റ്സ് ആണ്. ഇപ്പൊ ഏതൊക്കെയാ? 1, നമുക്ക് ഓർഡറിൽ തന്നെ പറയാം. 1 2 3 4 5 6 7 8 9 10. അപ്പൊ 1 മുതൽ 10 വരെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്. അപ്പൊ യു എഴുതാൻ എളുപ്പമല്ലേ? അടുത്തത് എ ചോദിച്ചേക്കുന്നു. അപ്പൊ എ എന്ന് പറയുന്ന സർക്കിളിൽ വരുന്ന എലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി എഴുതിയാൽ പോരെ. അപ്പൊ ഏതൊക്കെയായിരിക്കും? 2 3 6 7. അപ്പൊ എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 6 7. അടുത്തത് ബി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബിയിലെ എലിമെന്റ്സ് നമ്മൾ ഓർഡറിൽ തന്നെ എഴുതുക. 1 2 5 7. ബി എഴുതുക. ഇനി എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ്സ് ഏതൊക്കെയാണ്? 2ഉം രണ്ട് സെറ്റിലും 2 ഉണ്ട് അല്ലെ, അതുപോലെ 7 ഉണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് 2 7 ആണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് എ യൂണിയൻ ബി ആണ്. ഈ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് എയിലെയും ബിയിലെയും എല്ലാ എലിമെന്റ്സും ഒരുമിച്ചാക്കി എഴുതാം. അതായത് 1 2 3 5 6 7. എ യൂണിയൻ ബി കൊണ്ട് സെറ്റ് 1 2 3 5 6 7. അടുത്ത് ചോദിച്ചിരിക്കുന്നത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു ഡിഫറൻസ് എ യൂണിയൻ ബി എന്നാണ്. എ യൂണിയൻ ബി, അതായത് നമുക്ക് വെൻ ഡയഗ്രത്തിൽ നോക്കി എളുപ്പം എഴുതാം. ഈ രണ്ട് സർക്കിൾ അല്ലാത്ത എലിമെന്റ്സ് ഒക്കെ ആയിരിക്കും എ യൂണിയൻ ബി കോംപ്ലിമെന്റിൽ വരിക അല്ലെ. കാരണം വെൻ ഡയഗ്രാം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് സർക്കിൾസും കൂടെ ഷെയ്ഡ് ചെയ്താണ് നമ്മൾ കൊടുത്തിരുന്നത് അല്ലെ. അപ്പൊ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഈ രണ്ട് സർക്കിൾസിലും വരാത്ത എലിമെന്റ്സ്. അപ്പൊ ഏതൊക്കെയായിട്ട്? 4 8 9 10. കണ്ടോ? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് 4 8 9 10. അടുത്തത് എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്ട് ഈ രണ്ട് സർക്കിൾസിനും കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ്സ് ആണ് 2 7. അതാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോമൺ പോർഷനിൽ വരാത്ത എല്ലാ എലിമെന്റ്സും. ഇപ്പൊ 2 7 അല്ലാത്ത ബാക്കി എല്ലാ എലിമെന്റ്സും ആണ് വരുന്നത് നമുക്കറിയാം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്തായിരിക്കും? 2ഉം 7ഉം വരാൻ പാടില്ല. അതായത് 1 3 4 5 6 7 വരാൻ പാടില്ല. 8 9 10. മനസ്സിലായല്ലോ? വെൻ ഡയഗ്രത്തിൽ നമുക്ക് വേഗം എഴുതാതെ. അടുത്തത് എ ഡിഫറൻസ് ബി. എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ളതായിരിക്കണം, പക്ഷെ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് ഈ കോമൺ പോർഷൻ എ ഇന്റർസെക്ഷൻ ബിയിൽ വരുന്ന എലിമെന്റ്സ് ഒഴിവാക്കി എയിലെ എലിമെന്റ്സ് എഴുതണം. അപ്പൊ ഏതൊക്കെയായിരിക്കും? എ ഇന്റർസെക്ഷൻ ബിയിലെ എലിമെന്റ്സ് വരാൻ പാടില്ല. അതായത് ഈ പോർഷനാണ് നമ്മൾ എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അതായത് ഏതൊക്കെ എലിമെന്റ്സ് ആ? സെറ്റ് 3 6.
എ ഡിഫറൻസ് ബി എഴുതി. അതുപോലെ ബി ഡിഫറൻസ് എഴുതി കൂടെ. ബി ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എ ഇന്റർസെക്ഷൻ ബിയുടെ ആ പോർഷൻ ഒഴിവാക്കി ഇത്രയും വരുന്ന എലിമെന്റ്സ്, അതായത് 1 ഉം 5 ആയിരിക്കും. സെറ്റ് 1 5. അടുത്ത ചോദിച്ചിരിക്കുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിലല്ലാത്ത എലിമെന്റ്സ്, അതായത് ഈ എയുടെ സർക്കിളിന് വെളിയിലുള്ള എലിമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റ്. അപ്പൊ ഏതൊക്കെ വരും? 1 4 5 8 9 10. അതാണ് എ കോംപ്ലിമെന്റ്, അതാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി എന്ന സർക്കിളിന് വെളിയിൽ വരുന്ന എല്ലാ എലിമെന്റ്സും, അതായത് 3 4 6 8 9 10. അപ്പൊ ഈ രണ്ട് സെറ്റിനെ കൂടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ്സ് ഏതൊക്കെയാണ് നോക്കണം. അപ്പൊ രണ്ട് സെറ്റിലും 4 ഉണ്ട്. അപ്പൊ 4, പിന്നെ 8 വരുന്നുണ്ട്, 8, പിന്നെ 9 10. അപ്പൊ സെറ്റ് 4 8 9 10. അതാണ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഒരു നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ളത് ബിയിലില്ലാത്തത് അല്ലെ. ബിയിലില്ലാത്തതെന്ന് നമ്മൾ ബി കോംപ്ലിമെന്റ് എന്നല്ലേ എഴുതുക. അപ്പോ എ ഡിഫറൻസ് ബിക്ക് പകരം എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നും എഴുതാം. അതേപോലെ ബി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലുള്ളത് എയിലില്ലാത്തത്. എയിലില്ലാത്തതിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? എ കോംപ്ലിമെന്റ് എന്നാണ് എഴുതുക. അതായത് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്നും എഴുതാം. A difference B equal to A intersection B complement and B difference A equal to B intersection B complement. Okay.